Very good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വൈറ്റൽ സൈൻസ് ആണ്. വൈറ്റൽ സൈൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് സീ. ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാനുള്ളത് വൈറ്റൽ സൈൻസ് എന്താണ് എന്നാണ്. വൈറ്റൽ സൈൻസ് എന്ന് പറയുമ്പോൾ ദ വൈറ്റൽ otherwise known as cardinal signs. Vital signs or cardinal signs are body temperature, pulse, respiration and blood pressure. ഇപ്പോൾ വൈറ്റൽ സൈൻസ് അഥവാ കാർഡിനൽ സൈൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറും പൾസും റെസ്പിറേഷനും ബ്ലഡ് പ്രഷറും അടങ്ങുന്നതാണ്. അത് അബ്രിവേറ്റ് ചെയ്തിരിക്കുന്നത് TPR ആൻഡ് BP എന്നാണ്. T for temperature, P for pulse, R for respiration and BP for blood pressure. Quick and efficient way to monitoring a client's condition. So that ഈ TPR ചെക്ക് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്യുക്കായിട്ടുള്ള ഒരു മോണിറ്ററിങ് ക്ലയൻറ്റിൻ്റെ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ക്യുക്ക് ഇവാലുവേഷൻ നമുക്ക് നടത്താൻ പറ്റും. സോ thereby we can identify the problems and then evaluate the client's response to intervention. നമുക്കൊരു പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടാതെ നമ്മുടെ മെഡിസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കെയറിൻ്റെ ഇവാലുവേഷനായിട്ടും നമുക്ക് ഈ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ദീസ് ആർ വൈറ്റൽ സൈൻസ്. ഇനി നമുക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു TPR BPനെ നമ്മൾ വൈറ്റൽ സൈൻസ് അഥവാ കാർഡിനൽ സൈൻസ് എന്ന് വിളിക്കുന്നത് എന്നാണ്. സോ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ വൈറ്റൽ ഓർഗൻസ്, which means these findings are governed by vital organs and often reveal even the slightest deviation from the normal body functions. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് പോലും നമുക്ക് ഈ വൈറ്റൽ ഓർഗൻസ് അല്ലെങ്കിൽ വൈറ്റൽ സൈൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വൈറ്റൽ ഓർഗൻസിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഡീവിയേഷൻസ് പോലും നമുക്ക് ഇതിനകത്ത് കൂടെ മനസ്സിലാവും. The next point, this helps in the diagnosis of disease, evaluate the effect of treatment and nursing care. So ഇത് നമുക്ക് അസുഖം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അസുഖത്തിനെ ഇവാലുവേറ്റ് ചെയ്യാനും, അതായത് ട്രീറ്റ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനും നഴ്സിംഗ് കെയറിനെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ് ഇൻ വൈറ്റൽ സൈൻസ് മേ ഇൻഡിക്കേറ്റ് ഇൻഅഡിക്വേറ്റ് ഓക്സിജൻ കൺസംഷൻ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്, ഇൻഫെക്ഷൻസ് എക്സെട്ര. അപ്പോൾ ഇതിനകത്തുള്ള വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ അത് ഓക്സിജൻ്റെ കൺസപ്ഷൻ്റെ കുറവോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസോ ആയിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഏതെങ്കിലും ഇലക്ട്രോലൈറ്റിൻ്റെ അഭാവം മൂലമായിരിക്കാം, ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് നമുക്കൊരു നോൺ ഇൻവാസീവ് ആയിട്ടുള്ള, അതായത് വേദന ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന്, അതായത് എവിടെ വെച്ചും നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ എവിടെ വെച്ചും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് പ്രിലിമിനറി കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് അവയെ വൈറ്റൽ സൈൻസ് എന്ന് വിളിക്കുന്നത്, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള സയൻസ് എന്നുള്ളത് എന്തുകൊണ്ടാണ് അവയെ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കാരണങ്ങൾ പറയാനുള്ളത്. നമ്മൾ ആദ്യം അതിൽ നോക്കുന്നത് ബോഡി ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് BPയിൽ നമ്മൾ നോക്കുന്നത് ബോഡി ടെമ്പറേച്ചറാണ്. സോ body temperature may be defined as the degree of heat maintained by the body measured in heat unit called degrees. It reflects the balance between the heat produced and the heat loss from the body. ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ബോഡി ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോഡി ടെമ്പറേച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രീസിലാണ് നമ്മൾ അളക്കുന്നത്. ഡിഗ്രി സെൽഷ്യസിലും അതുപോലെ തന്നെ ഫാരൻഹീറ്റിലുമാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് റിഫ്ലക്ട്സ് ദ ബാലൻസ് ബിറ്റ്വീൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹീറ്റ് ലോസ് ഫ്രം ദ ബോഡി. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കൂടെ നോക്കി മനസ്സിലാവും നമ്മുടെ ഹീറ്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് അല്ലെ ഹീറ്റ് ലോസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ദർ ആർ 2 types ഓഫ് ബോഡി ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് കോർ ടെമ്പറേച്ചർ ആൻഡ് സർഫസ് ടെമ്പറേച്ചർ. അതിൽ കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് to as core body temperature. It is the temperature in the internal organs such as liver located deep within the body.
the human body maintains the core temperature within a very narrow range of 36.5 to 38.5 degree Celsius. ഇപ്പോൾ കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശരീരത്തിൻ്റെ ഇന്നർ പാർട്ടിൽ, ഉള്ളിലുള്ള നമ്മുടെ ബോഡി ക്യാവിറ്റീസിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഡീപ്പ് ലൊക്കേഷനിൽ ഉള്ള ബോഡി ടെമ്പറേച്ചറിനെയാണ് നമ്മൾ കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് യൂഷ്വലി 36.5 മുതൽ 38.5 ഡിഗ്രി സെൽഷ്യസ് വരെ ആവാം. ദെൻ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്കിൻ സർഫസിലുള്ള ടെമ്പറേച്ചറിനെയാണ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദിസ് ടെമ്പറേച്ചർ ഓഫ് ദ സ്കിൻ സർഫസ് ഓഫ് ദ trunk usually varies between 33.5 degree Celsius and 36.9 degree Celsius. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു വേരിയേഷൻ പറയുന്നത്. The temperature of the skin surface is lower over superficial veins than it is over superficial arteries. The next one is factors affecting body temperature. Body temperature affect ചെയ്യുന്ന factors എന്തൊക്കെയാണെന്ന് നോക്കാം. ഏജ് പറയുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ ബോഡി ടെമ്പറേച്ചർ വലിയ ആൾക്കാരുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Both very young and very old are more sensitive to changes in the environmental temperature. The body temperature of infant and children changes more rapidly in response to both heat and cold air. Temperature control mechanisms are immature in an infant. So, an intact skin may protect the newborn from environmental temperature. Clothing must be adequate and exposure to temperature extremes must be avoided. ഇപ്പോൾ ബോഡി ടെമ്പറേച്ചർ ഓഫ് എ ബേബി പറയുകയാണെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 97.5 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അത് പെട്ടെന്ന് വേരിയേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള ഫീവർ എന്ന് പറയുന്നത് 100.4 ഡിഗ്രി ഫാരൻഹീറ്റിൽ മുകളിലാണെങ്കിലാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പനി എന്ന് പറയുന്നത്. ദെൻ ബോഡി ടെമ്പറേച്ചർ ഫോർ എ ചൈൽഡ്, ഒരു ബേബി എന്ന് പറയുമ്പോൾ ഒരു ഇൻഫാൻറ്റ് ഏജിൽ ഗ്രൂപ്പിലുള്ളതാണ്. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ, ന്യൂ ബോൺസ് അല്ലാത്ത കുട്ടികളിൽ ആവറേജ് നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി അഡൽട്ടിനാവട്ടെ അത് ആക്സിലയിൽ വെച്ച് കഴിഞ്ഞാൽ 97.7 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഏജ് ഇങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വെരി യങ് ആൻഡ് വെരി ഓൾഡ് ആർ മോർ സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റൽ temperature. The next point is gender. In case of gender, women tend to have more fluctuations in body temperature than men, probably as a result of changes in hormones. The increase in progesterone secretions during ovulation increases body temperature as much as 1/2 to 1 degrees. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുമ്പോൾ കൂടുതൽ ഫീമെയിൽസിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഫീമെയിൽസിന് ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കുറച്ചും കൂടി കൂടുതലുള്ളതുകൊണ്ടായിരിക്കണം വുമൻ ടെൻഡ് ടു ഹാവ് മോർ ഫ്ലക്ച്വേഷൻസ് ഇൻ ബോഡി ടെമ്പറേച്ചർ ദാൻ മെൻ. സോ ഓവുലേഷൻ്റെ സമയത്തൊക്കെ ടെമ്പറേച്ചർ ഏകദേശം പകുതി മുതൽ, അതായത് 1/2 മുതൽ 1 ഡിഗ്രി വരെ കൂടാനുള്ള സാധ്യത ആ സമയങ്ങളിൽ കൂടുതലാണ്. അപ്പോൾ അടുത്ത ഫാക്ടർ ദാറ്റ് അഫക്റ്റിംഗ് ബോഡി ടെമ്പറേച്ചർ ഈസ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്നത് മസിൽ ആക്ടിവിറ്റീസ് ആണ്. മസിൽ ആക്ടിവിറ്റീസ് ജനറലി റിക്വയർസ് ആൻ ഇൻക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ആൻഡ് ആൻ ഇൻക്രീസ്ഡ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ. ദിസ് increased metabolism causes an increase in heat production. Any form of exercise can increase heat production and thus body temperature. മസിൽ ആക്ടിവിറ്റി ബോഡി ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിലൂടെയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയും ഹീറ്റ് പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നു. ഹീറ്റ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ നോർമലി ബോഡി ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നെക്സ്റ്റ് factor that is affecting body temperature is hormonal factors. Hormonal factors il ഞാൻ നേരത്തെ പറഞ്ഞ പോലെ women generally experience greater fluctuations in the body temperature than men because hormonal variations during the menstrual cycle cause body temperature fluctuations. menstrual cycle hormonal imbalance അല്ലെങ്കിൽ hormonal changes കൊണ്ടാണ് പെണ്ണുങ്ങളിൽ temperature fluctuations ഉണ്ടാവുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ ഇസ് ടൈപ്സ് ഓഫ് തെർമോമീറ്റർ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. സോ ബോഡി ടെമ്പറേച്ചർ മേ ബി അസസ്ഡ് വിത്ത് എ വെറൈറ്റി ഓഫ് ഡിവൈസസ്, ദാറ്റ് ഈസ് തെർമോമീറ്റർ. ഇപ്പോൾ കുറേ ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ഉണ്ട്. ആദ്യത്തത് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ തെർമോമീറ്റർ, ടിംപാനിക് മെംബ്രെയിൻ തെർമോമീറ്റർ, ചെവിയിലുള്ള ഇത് നോക്കുന്നതാണ് ടിംപാനിക് മെംബ്രെയിൻ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് സെൻസസ് ബോഡി ഹീറ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്രാറെഡ് എനർജി. ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്തിട്ടാണ് സെൻസ് ചെയ്യുന്നത്. ഗിവൺ ഓഫ് ബൈ എ ഹീറ്റ് സോഴ്സ് ഇൻ ദ ഇയർ കനാൽ. ഇയർ കനാലിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. പ്രൈമർലി ദ ടിംപാനിക് മെംബ്രെയിൻ. ഇത്തരത്തിലുള്ള നിങ്ങൾ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓട്ടോസ്കോപ്പ് ലൈക്ക് സ്പെക്കുലം. ഒരു ഓട്ടോസ്കോപ്പ് പോലത്തെ ഒരു സ്പെക്കുലം ആണ്. ആൻഡ് വിത്ത് ആൻ ഇൻഫ്രാറെഡ് സെൻസർ ടിപ്പ് ഇറ്റ് ഡിറ്റക്ട് ഹീറ്റ് റേഡിയേറ്റഡ് ഫ്രം ദ ടിംപാനിക് മെംബ്രെയിൻ. അതിൻ്റെ അറ്റത്ത് ഒരു ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ടാവും. അപ്പോൾ അതാണ് ടിംപാനിക് മെംബ്രെയിനിലുള്ള ഹീറ്റ് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. 2 to 5 സെക്കൻഡ്സ് നമ്മൾ ഇയർ കനാലിൽ ഈ ഒരു തെർമോമീറ്റർ കീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്യാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്പോസിബിൾ സ്കിൻ തെർമോമീറ്റർ. ഡിസ്പോസിബിൾ തെർമോമീറ്റർ എന്ന് പറയുന്നത് സിംഗിൾ യൂസ് ഡിസ്പോസിബിൾ തെർമോമീറ്റേഴ്സ് ആണ്. ആർ ദ സ്ട്രിപ്സ് ഓഫ് പ്ലാസ്റ്റിക് വിത്ത് എ ടെമ്പറേച്ചർ സെൻസർ അറ്റ് ദ എൻഡ്. ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വുഡൻ ടൈപ്പുള്ള ഒരു സിംഗിൾ യൂസ് ഡിസ്പോസിബിൾ തെർമോമീറ്റേഴ്സ് ആണിത്. സോ ദേ ആർ യൂസ്ഡ് ഫോർ അസസിങ് ദ ആക്സിലറി ആൻഡ് ഓറൽ temperature and particularly in children. They are useful while caring for clients on protective isolation to avoid the need to take electronic instruments into client's room. Next one is glass thermometer. Glass thermometer ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ എന്ന് പറയുന്നത്. അത് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. A glass thermometer with a mercury bulb has traditionally been used to measure body temperature. Exposure of the bulb to heat causes the mercury to expand and rise in the enclosed tube. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ മെക്കാനിസം എന്ന് പറയുന്നത്. ടെമ്പോറൽ ആർട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ടെമ്പോറൽ റീജിയനിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് ടെമ്പോറൽ ആർട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. Then next one is automatic monitoring devices. ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ്. ചിലപ്പോൾ മാളിൻ്റെ മുമ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു നമ്മളെ ഫേസ് അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സെൻസ് ചെയ്തോളും. അപ്പം അങ്ങനത്തെ മെഷീനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് തെർമോമീറ്റർ. ഇത് നമ്മൾ യൂഷ്വലി ഗൺ തെർമോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഡിജിറ്റൽ തെർമോമീറ്റർ തന്നെയാണ്. ഇതാണ് ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ ഗ്ലാസ് തെർമോമീറ്റർ ആണ്. അപ്പോൾ ഗ്ലാസ് തെർമോമീറ്ററിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ബൾബ്. ദാറ്റ് ബൾബ് heat to cause the mercury to expand the rise in the enclosed tube. ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ തെർമോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് 2 parts. എ ബൾബ് ദാറ്റ് കണ്ടെയ്നിങ് മെർക്കുറി. അതിനകത്ത് മെർക്കുറി ആണ് ഉള്ളത്. ഇപ്പുറത്തെ സ്റ്റീലിൻ്റെ പോലെ കാണുന്ന ഭാഗമാണ് നമ്മൾ ബൾബ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെം, ബാക്കിയുള്ള ഭാഗത്തിനെയാണ്, അറ്റത്തുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുന്നത്. സോ ഒരു തെർമോമീറ്റർ എന്ന് പറയുന്നത് ലോവസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹയസ്റ്റ് എന്ന് പറയുന്നത് 43.3 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെമ്പറേച്ചർ
വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എവിടെയൊക്കെ വെച്ചിട്ട് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാം നോക്കാം. ഓറൽ റീജിയനിൽ, റക്റ്റത്തിൽ, ആക്സിലറിയിൽ, ടിംപാനിക് മെംബ്രെയിനിൽ, സ്കിന്നിലാണ് നമ്മൾ ടെമ്പോറൽ ആർട്ടറി വഴി ചെക്ക് ചെയ്യുന്നത്. അപ്പം ആദ്യത്തേത് നമുക്ക് നോക്കാം മൗത്തിൽ. മൗത്തിൽ വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കറക്റ്റ് ബോഡി ടെമ്പറേച്ചർ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ് അവൈലബിൾ സൈറ്റാണ്. പ്രൈവസി ഒന്നും പ്രശ്നമല്ല, മൗത്തല്ല, പ്രൈവസി ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോസിബിളി ടു റെക്കോർഡ് ഫാൾസ് ടെമ്പറേച്ചർ, ചിലപ്പോൾ അത് ഫാൾസ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ ഏറ്റവും വലിയൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ക്രോസ് ഇൻഫെക്ഷന് വളരെയധികം ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു അപകടം എന്ന് പറയുന്നത് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ ഒരു ബൾബ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ കേസ് ഓഫ് ലെസ് ദാൻ 6 years ഓഫ് ഏജ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾക്ക് ഓറൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അവർ കടിച്ചത് പൊട്ടിച്ചാൽ മെർക്കുറിയാണ്, കെമിക്കൽ ഏജൻ്റാണ്, ബുദ്ധിമുട്ടാണ്. സോ കോൾഡ് ആയിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഭക്ഷണമൊക്കെ എടുത്തിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് കറക്റ്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഓറൽ സർജറീസ് എന്തെങ്കിലും ഉള്ളവർക്ക് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ആക്സില്ല. ആക്സിലിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സേഫസ്റ്റ് മെത്തേഡ്, നോൺ ഇൻവാസീവ് മെത്തേഡാണ്, അതായത് വേദനയില്ലാത്ത മെത്തേഡാണ്. നോ ബാഡ് ടേസ്റ്റ് ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ്. മൗത്തിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അതായത് ഒരു ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ ഒരു ചുവ നമ്മളെ വായിലാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആക്സിലയിൽ വെക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ബൈറ്റ് ചെയ്യുമോ അല്ലെ കടിച്ച് അത് പൊട്ടിക്കുമോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ആക്യുറേറ്റ് ആയിരിക്കും. ഇറ്റ് റിക്വയർസ് ദ നേഴ്സ് ടു ഹോൾഡ് തെർമോമീറ്റർ ഇൻ പൊസിഷൻ. നമ്മളത് വീഴാതെ സൂക്ഷിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നീഡ് മോർ ടൈം ഫോർ റെക്കോർഡിങ്. അത് 3 minutes ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിൽ പെട്ടതാണ്. ആൻഡ് കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ആക്സിലറി ത്വക്കിൻ്റെ ഭാഗത്ത്, കക്ഷത്തിൻ്റെ ഭാഗത്ത് സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ, ആക്സിലറി ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത സൈറ്റ് എന്ന് പറയുന്നത് റെക്റ്റിലാണ്. മോസ്റ്റ് റിലയബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്റ്റത്തിൽ നമ്മൾ വെക്കുന്ന സമയത്ത് പ്രൈവസി ആവശ്യമാണ്, ലൂബ്രിക്കേഷൻ ആവശ്യമാണ്. ചിലപ്പോൾ ഫാൾസ് റീഡിങ് വരാൻ സാധ്യതയുണ്ട്, ഫീക്കൽ മാറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ. ദെൻ ന്യൂ ബോൺസിനും ഇൻഫാൻസിനും ഒന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഫെക്ഷനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് തന്നെ WHO ഒക്കെ ഇത് റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ കേസ് ഓഫ് റെക്ടൽ സർജറീസ്, ഹെമറോയിഡ്, മൂലക്കുരുവൊക്കെ പോലുള്ളവർക്ക് നമുക്ക് റെക്ടത്തിൽ വെച്ച് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ മോസ്റ്റ് റിലയബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആക്സിലറി ടെമ്പറേച്ചർ തന്നെയാണ്. പിന്നെ ഉള്ളത് ടിംപാനിക് മെംബ്രെയിൻ ടെമ്പറേച്ചറാണ്. ഈസി ആക്സസിബിൾ ആണ്. കാരണം 2 to 3 seconds, ഒരു 5 seconds മാത്രം മതി, പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. പക്ഷേ കോസ്റ്റ്ലി ആണ്. പിന്നെ ചെവിൻ്റെ അകത്തേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് അൺകംഫർട്ടബിൾ ആണ്. ടിംപാനിക് മെംബ്രെയിനിൽ, അതായത് കർണപടത്തിൽ അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇയർ ഇൻഫെക്ഷൻസോ ഇഞ്ചുറിയോ അങ്ങനെ ഐ സർജറിയോ ഒക്കെ ചെയ്തവർക്ക് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സൈറ്റ്സ് എന്ന് പറയുന്നത്: മൗത്ത്, ആക്സിലർ, റെക്ടൽ ആൻഡ് ടിംപാനിക് മെംബ്രെയിൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെമ്പറേച്ചർ ഫോർമുലയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു കൺവേർട്ട് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. സെൽഷ്യസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ വി ക്യാൻ യൂസ് ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഡിഗ്രി ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഇനിയിപ്പോൾ നമുക്ക് ടു കൺവേർട്ട് ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്കാക്കി മാറ്റാനാണെങ്കിൽ വി ക്യാൻ യൂസ് ദ ഫോർമുല ഡിഗ്രി സെൽഷ്യസ് ടു ഈസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് F-32 ഇൻറ്റു 5/9. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ 104 ഡിഗ്രി ഫാരൻഹീറ്റ് നമുക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ അറിയാം? C ഈസ് ഈക്വൽ ടു നമുക്കറിയാം. C ഈസ് ഈക്വൽ ടു ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ തന്നെ നോക്കാം. 212 ഡിഗ്രി ഫാരൻഹീറ്റ് നമുക്ക് എത്ര സെൽഷ്യസ് ആണ് എന്ന് അറിയണം. അപ്പോൾ ഫോർമുലയിൽ നമ്മൾ എഫിൻ്റെ സ്ഥാനത്ത് ആ 212 ആഡ് ചെയ്ത് കൊടുത്താൽ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും C is equal to 212 minus 32 into 5/9. അങ്ങനെ മാത്സ് നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് C is equal to 100 degree Celsius എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്കാക്കാം, ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്കാക്കാം, കെൽവിനെ സെൽഷ്യസിലേക്കാക്കാം, സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലേക്കും ആക്കി മാറ്റാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ചോദിച്ചേക്കാം. ഇനി നമുക്ക് നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം. അത് റെക്റ്റത്തിൽ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് റിലയബിൾ ആണ്. റെക്റ്റത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അത് 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതായത് സാധാരണഗതിയിൽ 1 കൂടിയിട്ടാണ് നമ്മൾ റെക്റ്റത്തിൽ കാണിക്കുക. ഇനി ഇയറിലാണെങ്കിൽ 94 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ ഓറലിലാണെങ്കിൽ കറക്റ്റ് ടെമ്പറേച്ചർ കാണിക്കുന്നത് ഓറലിലാണ് 98.6 ഡിഗ്രി സെൽഷ്യസ്. ആക്സിലറിയിൽ 97.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് 1 കുറവായിട്ടായിരിക്കും കാണിക്കുക. ഇപ്പം നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് ഓറലിൽ വെച്ചാൽ കറക്റ്റായിട്ടും 37 ഡിഗ്രി സെൽഷ്യസ് മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓറലിൽ ആണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കറക്റ്റ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വേണ്ടത്. അത് ആക്സിലറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി കിട്ടുക 1 കുറച്ചിട്ടായിരിക്കും. അതായത് 97.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും കിട്ടുക. റെക്റ്റത്തിൽ വെച്ചാൽ 1 കൂടുതലായിരിക്കും കിട്ടുക. അതായത് 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഓൾട്രേഷൻസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, പൈറക്സിയ, ഹൈപ്പത്തർമിയ, ഫീവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ എബോവ് ദ യൂഷ്വൽ റേഞ്ച്. നോർമൽ റേഞ്ചിനെക്കാട്ടും ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ എന്ന് പറയുന്നത്. ദ body temperature above the usual range is called pyrexia or fever. A very high fever such as 41 degrees Celsius is called hyperpyrexia. സാധാരണഗതിയിൽ എബോവ് നോർമൽ റേഞ്ച് അതായത് 98.6 ഡിഗ്രീസ് ഫാരൻഹീറ്റിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ എന്ന് പറയാം. അത് 105 മേലെയാണെങ്കിൽ ഹൈപ്പർ പൈറക്സിയ എന്നാണ് പറയുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ ഫെബ്രൈൽ എന്ന് പറയുന്നത് എ ക്ലയൻറ്റ് ഹു ഹാസ് ഫീവർ ഉള്ള ഒരു ക്ലയൻറ്റിനെയാണ് നമ്മൾ ഫെബ്രൈൽ എന്ന് പറയുന്നത്. അഫെബ്രൈൽ എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് ഫീവർ ഇല്ലാത്ത പേഷ്യൻറ്റിനെയാണ് നമ്മൾ അഫെബ്രൈൽ എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ഡ്യൂറിങ് പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു കോൾഡ് ഓവർവംസ് ദ ബോഡീസ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹീറ്റ് കോസിങ് ഹൈപ്പോതെർമിയ. ടെമ്പറേച്ചർ കുറയുന്ന അവസ്ഥേനെയാണ് 35 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 95 ഡിഗ്രി ഫാരൻഹീറ്റിനെക്കാട്ടും ടെമ്പറേച്ചർ കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ലെസ് ദാൻ 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പോതെർമിയ. നോർമൽ ആണെങ്കിൽ 36.3 മുതൽ 37.4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഫീവർ ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് to 37.5 ഡിഗ്രി ടു 38.9 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ ഫീവർ എന്ന് പറയും. ഹൈ ഫീവർ എന്ന് പറയുന്നത് 39 to 39.9 സെൽഷ്യസിനെയാണ്. മോർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്നത് അഥവാ ഹൈപ്പർതെർമിയ എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളൊരു വേർഡ് എന്ന് പറയുന്നത് ഫ്രോസ്റ്റ് ബൈറ്റ് ആണ്. occurs when the body is exposed to subnormal temperature. അതിൻ്റെ സിംറ്റംസ് ഇതൊക്കെയാണ്. സർഫസ് സ്കിൻ ഡാമേജ് ആവും, നംനെസ് ഉണ്ടാവും, ഫീലിംഗ് ഒക്കെ സെൻസേഷനൊക്കെ കുറവായിരിക്കും. അപ്പം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാലാണ് നമുക്ക് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാവുന്നത്. ഇയർ ലോബ്സിലും ടിപ്പ് ഓഫ് ദ നോസിലും ഫിംഗേഴ്സിലും ടോസിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ആ ഭാഗം ഒരു മരവിച്ച പോലെ ഉണ്ടാവും. ആ ചില സമയത്ത് പെർമനൻറ്റ് സർക്കുലേറ്ററി പ്രോബ്ലംസ് പോലും ടിഷ്യൂ ഡാമേജ് പോലും ഉണ്ടായേക്കാം. അപ്പോൾ സാധാരണഗതിയിൽ -15 ഡിഗ്രി സെൽഷ്യസിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണ് ഫ്രോസ്റ്റ് ബൈറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ചും അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വൈറ്റൽ സയൻസിനെ പറ്റി പറഞ്ഞത്. വൈറ്റൽ സയൻസിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഭാഗമായിട്ടുള്ള ടെമ്പറേച്ചറിനെ പറ്റി മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് കാർഡിനൽ സയൻസ് എന്നും പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവയെ വൈറ്റൽ സയൻസ് എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ബോഡി ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറഞ്ഞത്. ബോഡി ടെമ്പറേച്ചറിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. നോർമൽ റേഞ്ചിനെ പറ്റി നമ്മൾ സംസാരിച്ചു. തെർമോമീറ്ററിനെ പറ്റി തന്നെ നമ്മൾ സംസാരിച്ചു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. താങ്ക് യു.